ഞാൻ ഡോക്ടർ ആത്മാറ, ആയുർവേദിക് പ്രാക്ടീഷണർ, ആറ്റിങ്ങൽ. വിഷയം നമുക്ക് ഭാരതത്തിലുള്ളവർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നാണ്യവിള, അതായത് കുരുമുളക്. എൻ്റെ ജന്മദേശം തന്നെ ഇന്ത്യയാണ്, പ്രത്യേകിച്ചും വെസ്റ്റേൺ ഘാട്സ്. നമ്മുടെ കർണാടക സ്റ്റേറ്റ് തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന പർവ്വത നിരകളിലാണ് അതിൻ്റെ ജന്മദേശം, അഥവാ വൈപ്പർനൈഗ്രം. ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആയുർവേദാചാര്യന്മാർ എല്ലാ ഔഷധങ്ങളിലും കുരുമുളകിൻ്റെ ഉപയോഗമുണ്ട്. 3 കടു, 3 എരിവുള്ള ചേർന്നതാണ് ചുക്ക്, കുരുമുളക്, തിപ്പലി. അപ്പോൾ അതിൽ കുരുമുളകിനാണ് 2ാം സ്ഥാനം. ചുക്ക് കഴിഞ്ഞാൽ കുരുമുളക്, തിപ്പലി. കുരുമുളകിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ആചാര്യന്മാർ അന്നേ ഇത് മിക്കവാറും ഒട്ടുമിക്ക ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് മിക്കവാറും എല്ലാ ഈ സ്പൈസസും ഒക്കെ കയ്പായിട്ടുള്ളത് രുചിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ മെറ്റബോളിസത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മാറിയാണ് വരുന്നത്. ഇവനായിട്ട് വിഘടിച്ചു പോകും. കുരുമുളകിന് മാത്രം ആ ഒരു ഗുണമില്ല. ഗുണം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു അനുഗ്രഹം തന്നെയാണ്. രസയെ പാകേച്ച കടുക, രസത്തിലും പാകം ചെന്നാലും എരിവ് രസം തന്നെയായിരിക്കും. അപ്പോൾ ഈ എരിവ് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീപനമാണ്. അതായത് ദഹനത്തെ ഉണ്ടാക്കുന്നതും ഗാസ്ട്രിക് ജ്യൂസസ്, അതായത് ജഠരാഗ്നിയെ പുഷ്ടിപ്പെടുത്തുന്നതും, ജഠരാഗ്നി അതായത് ദീപനശക്തി കുറഞ്ഞവർക്ക് ദീപനശക്തി ഉണ്ടാക്കിയെടുക്കുന്നതിനും ഏറ്റവും നല്ലതാണ് കുരുമുളക്. അതേപോലെ തന്നെ കഫരോഗികൾക്ക് നമ്മൾ ചെറിയ ചുമയൊക്കെ 1-2 കൂടുതൽ എണ്ണമാകാൻ പാടില്ല, 1-2 കുരുമുളക്. കൂടുതൽ ഉപയോഗിക്കാനും പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തീക്ഷ്ണ ഗുണം വളരെ കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് അതിനകത്തിരിക്കും. ഒരു കുരുമുളക് ഒരാൾക്ക് ഒരു ദിവസം 4-5 കുരുമുളക് കൂടുതൽ 3 നേരമുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തരുത്. അതിൻ്റെ ആവശ്യമുള്ളൂ. കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വൈറ്റമിൻ കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ് വരാൻ സാധ്യത ഉള്ളവർക്ക് അത് ദോഷമായിട്ട് വരും, ബ്ലീഡ് ചെയ്യും. ആൻറ്റി കോയഗുലൻ്റായിട്ടുള്ള മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നവർക്ക് ഇതും കൂടി ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിച്ചേക്കേണ്ട കാര്യമാണ്. വൈറ്റമിൻ കെ റിച്ച് സോഴ്സാണ്. അപ്പോൾ നമ്മൾ വളരെ ഹിതമായ മാത്രമേ കഴിക്കാവൂ. അത് ഒരു സെറിബ്രൽ എംബോളിസം പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നിയന്ത്രിത അളവിൽ ഔഷധമായിട്ട് ഉപയോഗിക്കാം. കറികൾ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് ദോഷം വരുന്നില്ല. ഔഷധമായിട്ട് സെപ്പറേറ്റായിട്ട് കഴിക്കുമ്പോഴാണ് അത് ഔഷധമായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഒന്നും ചേർക്കാതെ കഴിക്കുന്നത്. അതിപ്പോൾ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നില്ല. കറികൾ ചേർത്ത് കഴിച്ചാൽ മതി. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തിനും പരീക്ഷണവും നിരീക്ഷണവും റിസർച്ചിൻ്റെ കാലഘട്ടമാണിത്. അപ്പോൾ ആയുർവേദക്കാരിത് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇന്ന് ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലുള്ളവർക്ക് പോലും വിശ്വാസമില്ല. എല്ലാവരും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നോക്കിയിരിക്കുന്ന സമയമല്ല, കാലഘട്ടം അതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരെണ്ണം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഇവിടെ നിന്ന് ആയുർവേദാചാര്യന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുമില്ലെങ്കിൽ അതിനകത്ത് ഗ്രൗണ്ടില്ല, അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ഇല്ല, അതിനകത്ത് ഫിസിയോളജി ഇല്ല, അനാട്ടമി ഇല്ല. നമ്മൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ നിത്യവും സാധാരണക്കാരും ഇവിടെ കഴിക്കുന്ന ആൾക്കാർ എത്രമാത്രം സ്റ്റാർച്ചും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻ കെയും വൈറ്റമിൻ B1, B12, B6 ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ആഹാരം കഴിച്ച് 90-100 വയസ്സ് വരെ ജീവിച്ചിരുന്നത്? അല്ല. അതിന് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത പോലും വേണ്ട. ഒരു മിനിമം സാമാന്യ ബുദ്ധി മാത്രം മതി. നല്ല ആഹാരം കഴിച്ച് 10, 50, 80, 90 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. അതിന് ആ ബുദ്ധി നല്ലതാണോ മോശപ്പെട്ടതാണോ എന്നറിയുന്നത് അവൻ്റെ നാക്കാണ് ഏറ്റവും പ്രധാനം. രുചിയാണ് ഏറ്റവും പ്രധാനം. നാക്കാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അവനറിയാൻ പറ്റും. യാതൊരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവർക്ക് പോലും നല്ല ഭക്ഷണം ഏതാണെന്ന് കഴിച്ച് ജീവിക്കാൻ സാധിക്കും. വളരെ വിദ്യാഭ്യാസം കൂടിയവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ആഹാര കാര്യത്തിൽ ഫൗള് കാണിക്കുന്നത്. ഇന്ന് തന്നെ എനിക്കിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ രോഗിയല്ല, എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു കുട്ടിയാണ്. 30 വയസ്സേ ഉള്ളു. അമിതമായി കൊക്കക്കോള കഴിച്ചതാണ്.
അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ലാത്തൊരു ആഹാര സാധനമാണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ നാക്ക് പലേറ്റാണ് ഏറ്റവും പ്രധാനം. ദൃശ്യം കണ്ണ് കാണുക, സ്മെല്ല് ചെയ്യുക, നാക്കി ടേസ്റ്റ് ചെയ്യുക, നമ്മുടെ ആന്തരിക ദഹന ഇന്ദ്രിയത്തിന് ഹിതമായിട്ടുള്ളതാണോ എന്ന് നോക്കുക. കഴിച്ചു നോക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ കഴിക്കരുത്. രുചിയെ മാത്രം നോക്കി കഴിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്വഭാവം. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് അത്രയും കാരണം. ഇന്നത്തെ ഈ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ അത്രയും പിടിമുറുക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. അത് മാത്രമല്ല, ഒരുപാട് അനേക കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വേറെ ആയുർവേദത്തിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗരത്തെക്കുറിച്ച്. അപ്പോൾ ബ്ലീഡിങ് ഡിസോർഡർ ഉള്ളവർ ഇത് കൂടുതൽ കഴിക്കാൻ പാടില്ല. സ്ത്രീകളുടെ മാസം ഉള്ളവരായിരുന്നാലും ആ സമയത്ത് കൂടുതൽ കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടും.